റാവൽപിണ്ടിയിലുള്ള അഡിയാല ജയിലില് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ 2023 മുതൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, അഭ്യൂഹങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ജയിലിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇമ്രാൻഖാന്റെ സഹോദരികളെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഒന്നും കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഈ ജയിലിൽ കാണാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഈ ജയിൽ അധികൃതർ അനുവദിക്കുന്നില്ല എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ ജയിലിന് പുറത്ത് കുടുംബാംഗങ്ങളും പാകിസ്ഥാൻ അദ്ദേഹം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി അംഗങ്ങളൊക്കെ പ്രതിഷേധിക്കുകയുണ്ടായി. പോലീസ് ഇതിനെയൊക്കെ കനത്ത രീതിയിലാണ് നേരിടുകയൊക്കെ ചെയ്തത്. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് സത്യാവസ്ഥ? ആരാണ് ഈ ഇമ്രാൻഖാന്റെ ജീവൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്? ബലൂച്ചികളൊക്കെ വല്ലാത്ത രീതിയിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ വിദേശകാര്യ മന്ത്രാലയൊക്കെ പ്ലാറ്റ്ഫോമിൽ പാകിസ്ഥാനെ തീർത്ത് കളയും, ഇല്ലാതാക്കി കളയുന്നതാണ് അവര് പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. ഈ രണ്ടു രാജ്യങ്ങളിലും ജനാധിപത്യം ഒട്ടും തന്നെ ഇല്ല, ജനഹിതം ഒട്ടും ബഹുമാനിക്കപ്പെടുന്നില്ല. ഈ രണ്ടു രാജ്യങ്ങളിലും ഇത്തരം സംഭവങ്ങളുടെ ഒരു ചരിത്രം ഉള്ള പശ്ചാത്തലത്തിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ മരണപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ ഒന്നുകിൽ ഭീകരമായ ജയിൽ മർദ്ദനത്തിനിരയാകും, അതായത് അല്ലെങ്കിൽ കൊല്ലപ്പെടും. പിന്നെ ഭൂട്ടോ തൊട്ട് ഉള്ള അനുഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇതുപോലെ ജയിലിലായിരുന്നു നാളുകൾ. അയാൾക്ക് ജയിലിൽ വെച്ച് ഭീകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അയാൾ കിഡ്നിയൊക്കെ തകർന്നിപ്പോൾ പുറത്താണ്, ചാവാൻ കിടക്കുകയാണ്. ബംഗ്ലാദേശിലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ മുൻ ഭരണാധികാരികൾ ബംഗളാ ബന്ധു മുജീബുർ റഹ്മാൻ തൊട്ടുള്ളവർ കൊല്ലപ്പെടുക ചെയ്തിട്ടുള്ളത്. രാഷ്ട്രപിതാവ് തൊട്ട് കൊല്ലപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല, എന്നാൽ നമുക്ക് ഉറപ്പ് വരുത്താനും പറ്റത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അത് ഞാൻ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കിടക്കാം. അതായത് ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വേർപെട്ടു പോയ ഈ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളും, ബംഗ്ലാദേശ് ഭരണഘടന പ്രകാരം ഇസ്ലാമിക രാജ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് ഇപ്പൊ അവിടെ ഭരണഘടനയൊന്നുമില്ല. ഇപ്പൊ അതും അതിന്റെ ഈ ഷെയ്ഖ് ഹസീനയുടെയോ അല്ലെങ്കിൽ മുജീബിന്റെ കാലമോ ഒക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാലത്തും അതൊരു ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായാൽ എന്തായിരിക്കും അവിടുത്തെ ഭരണാധികാരികളുടെ അവസ്ഥ എന്നുള്ളതാണ് ഇതിൽ നിന്നും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠം, ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്, ഈ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ആരാണ്, ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുണ്ട്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നെങ്കിൽ ആ ഒരു കുറ്റകൃത്യം നടത്താൻ ആൾ വേണം, ആ നടത്തുന്നതിനൊരു മോട്ടീവ് വേണം, ഒരു കാരണം. അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ചിലരുണ്ടാവണം. അപ്പൊ അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു അന്വേഷണം, ഒരു കുറ്റകൃത്യം എങ്ങനെയാണ് കുറ്റകൃത്യത്തിലുള്ള അന്വേഷണം നടക്കുന്നത്, അങ്ങനെയാണ് അതിൻ്റെ സത്യം പുറത്തേക്ക് വരുന്നത്. അപ്പോ ഇവിടെ നോക്കുമ്പോൾ ഇമ്രാൻഖാൻ എന്ന വ്യക്തി കൊല്ലപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ആ സാഹചര്യ തെളിവുകൾ നിന്ന് പിറകോട്ട് ഞാൻ ഈ പറഞ്ഞ മോട്ടീവ്, അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ, കൺസ്പിറേറ്റേഴ്സ്, ഇതിലോട്ടെല്ലാം നമുക്ക് പോകാം. ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെട്ടു എന്നൊരു വാർത്ത കുറച്ച് നാൾ മുമ്പ് വന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ 10, 70, 80 വയസ്സുള്ള ഒരുത്തനെ ആരാണ് ലൈംഗികമായിട്ട് ആക്രമിക്കാനെന്ന്. ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനെ മാനം കെടുത്തുക എന്നുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം. പിന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ അങ്ങനെ പുരുഷന്മാരും ലൈംഗികമായിട്ട് പലയിടത്തും വെച്ച് ആക്രമിക്കപ്പെടും. അത് അവിടുത്തെ ഒരു രീതിയാണ്. അത് കാരണം ആ ഒരു സംസ്കാരം ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അവിടെ നമുക്ക് തെളിവില്ല. എന്തായാലും അദ്ദേഹത്തിന് നേരെ ഭരണകൂട ഭീകരത വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന്റെ 3 സഹോദരിമാര് അദ്ദേഹത്തിനെ കാണാനായിട്ട് റാവൽപിണ്ടി അഡിയാല ജയിലിന്റെ മുന്നിലെത്തുന്നു.
അവർ ജയിലിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ആ പ്രദേശത്തെ പവർ മുഴുവൻ, അതായത് ഇലക്ട്രിസിറ്റി മുഴുവൻ കട്ട് ചെയ്യും. അങ്ങനെ അവിടെ വലിയ പിന്നെ ഒരു അന്ധകാരവും ബഹളവും ഒക്കെ ആയി. ആ ബഹളത്തിനിടയിൽ ആ 3 സ്ത്രീകളും അവരെ ഭീകരമായി മർദ്ദിച്ചു എന്നാണ് അവർ പിന്നീട് വാർത്താ ഏജൻസികളോടും മറ്റു മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞത്. അതിൽ 71-കാരിയായ അദ്ദേഹത്തിന്റെ ആ 3 സഹോദരിമാരിൽ ഏറ്റവും മുതിർന്ന ആള് പറഞ്ഞത്, ഈ 71 വയസ്സുള്ള എന്നെ അവര് തലമുടിക്ക് പിടിച്ച് വലിച്ച് റോഡിന്റെ മറുഭാഗത്തേക്ക് നിഷ്കരണം വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അവരെ ചവിട്ടുകയും ചെയ്തു എന്നാണ്. അതാണ് അവർ പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് അവർ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. കാരണം ഇതൊരു അവസരമാക്കിയെടുത്ത് അവിടെ നിന്ന് ആരെങ്കിലും ഇവരെയൊക്കെ അതും ചെയ്യാനും, പാകിസ്ഥാനിൽ ആരെന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും, എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ പറയാം. ഒരു പാകിസ്ഥാനി, അവിടെ ഞാൻ ഗൾഫിൽ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുമ്പോൾ ഭക്ഷണം സെർവ് ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ പൗരനുണ്ടായിരുന്നു. പൗരനല്ല, ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-26 വയസ്സേ വരുള്ളൂ. അഹമ്മദ് എന്ന പേരാ അവന്റെ. അപ്പൊ അഹമ്മദ് എന്നോട് പറയും, പാകിസ്ഥാനില് 1000 പാകിസ്ഥാനി രൂപയുമായിട്ട് നമ്മൾ റോഡിലൂടെ നടന്നാൽ ഈ 1000 രൂപ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ കൊല്ലപ്പെടും. അപ്പോ നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ റോഡില് പോലീസുകാരൊക്കെ കാണുമല്ലോ, അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരന് 200 രൂപ കൊടുത്താൽ അവിടെ റോഡിന്റെ സൈഡിൽ കിടന്നിരുന്ന ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരന്റെ തലയിൽ ഈ കുറ്റം കെട്ടിവെച്ചിട്ട് നിങ്ങൾ ബാക്കി 800 രൂപയായിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ 1000 രൂപ ഉള്ള ഒരാളെ കൊള്ളയടിച്ച അയാളെ കൊന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നത്. എല്ലായിടവും ഞാൻ പറയുന്നില്ല. അപ്പോൾ പാകിസ്ഥാനിൽ ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ ആരാണ് ഇപ്പോഴത്തെ ഇതിപ്പോ ഒരു പിന്നെ ഇമ്രാന് നേരെയുള്ള ഭീകരമായ ടോർച്ചറിങ്, പീഡനങ്ങൾ വർദ്ധിച്ചു എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത്. കാരണം പല സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള ഭീകരതകൾ, അതിൻ്റെ ശക്തി വർദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ബലൂചിസ്ഥാന്റെയും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺവായുടെയും മുഖ്യമന്ത്രിമാർ, പ്രോവിൻസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഖൈബർ പഖ്തൂൺവ ഭരിക്കുന്നത് പാകിസ്ഥാന്റെ ഈ പ്രതിപക്ഷ പാർട്ടിയായ PTIയുടെ, അതായത് ഇമ്രാൻഖാൻ നേതാവായിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്. അയാൾ ഇമ്രാനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, അയാൾക്ക് അനുവാദം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ അവിടെ സ്വന്തം വക്കീലിന് പോലും ഇമ്രാനെ കാണാൻ പറ്റുന്നില്ല. ഇമ്രാന്റെ വക്കീൽ പലതവണ അദ്ദേഹത്തെ കാണാനായിട്ട് ശ്രമിച്ചു, അത് നടന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനെ കാണാൻ പിന്നെ അധികൃതർ അനുവദിക്കുന്നില്ലെങ്കിൽ, ഭീകരമർദ്ദനത്തിൽപ്പെട്ട ആരോഗ്യം നശിച്ച് അദ്ദേഹം ചികിത്സയിലാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും, ഇനി അദ്ദേഹം കൊല്ലപ്പെട്ടോ, ഇതൊക്കെ ഈ സംശയത്തിന് മറുപടി ലഭിക്കുന്നത് അപ്പോഴേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇതിന്റെ പിന്നിൽ? ഞാൻ പറയാം അമേരിക്കയാണെന്ന് പറയും. അത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. എനിക്കതിന് മറുപടിയുണ്ട്. കാരണം ലോകത്തെമ്പാടും ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടക്കുന്ന രാജ്യമാണ് അമേരിക്ക. സദാം ഹുസൈനെ അട്ടിമറിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞ എന്താണ്? ഇറാഖി ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. കേണൽ ഗദ്ദാഫിയെ ലിബിയയിൽ അട്ടിമറിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അവിടെയും ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. എന്താ ഈ ഇറാഖിലും ലിബിയയിലും സിറിയയിലും ഒക്കെ മതിയോ ജനാധിപത്യം? പാകിസ്ഥാനി ജനാധിപത്യം വേണ്ടേ? പാകിസ്ഥാനി വേണ്ട. എന്തുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ തീരുമാനിക്കുന്നത്? അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു സൈനിക ഭരണാധികാരി പാകിസ്ഥാൻ ഭരിക്കണം. പാകിസ്ഥാനിൽ ഒരു യഥാർത്ഥത്തിൽ ജനകീയനായ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ കൂറ് ആ നാട്ടിലെ ജനങ്ങളോട് മാത്രമായി. കാരണം അയാൾക്ക് അവിടെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ വേണ്ടി അയാൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളോട് സ്നേഹമില്ലെങ്കിൽ പോലും അങ്ങേര് ചില ജനകീയമായ നടപടികളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവും. അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവാതെ ഒരാൾ ഇരിക്കണമെങ്കിൽ അയാൾക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ട് വേണം. കാരണം അകത്തു നിന്നുള്ള പിന്നെ പ്രതിഷേധങ്ങളെ നേരിടണമെങ്കിൽ പുറത്തു നിന്നുള്ള സപ്പോർട്ട് വേണം. അങ്ങനെ പുറത്തു നിന്നുള്ള സപ്പോർട്ട് അമേരിക്ക കൊടുക്കുന്നത് എന്തിനാണ്? ഈ ഭരണാധികാരി അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പാക്കാനാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പട്ടാള ഭരണാധികാരി, അതിന് പറ്റിയ ആളാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ കരസേനാ മേധാവിയായ ജനറൽ അസീം മുനീർ.
അതുകൊണ്ടാണ് അസീം മുനീറിന് പിന്നെ ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പാർട്ടി കൊടുക്കുന്നത്. ഏതെങ്കിലും രാജ്യത്തെ ഒരു പട്ടാള മേധാവിക്ക് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പാർട്ടി കൊടുക്കുന്നത് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തിന്? ബുർക്കിനോ ഫാസോയുടെ പ്രധാനമന്ത്രി പോലും അത് ചെയ്യത്തില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ അസീം മുനീറിന് ഡൊണാൾഡ് ട്രംപ് ഈ പാർട്ടി നൽകുന്നത്? വളരെ ലളിതമാണ്. കാരണം എടാ, നീ അവിടെ ഇരുന്നോണം, നീ ഇരുന്നാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ. ഇതാണ് സംഭവം. കൃത്യമായിട്ടൊരു നിലപാടുണ്ട് ഡൊണാൾഡ് ട്രംപിന്. അപ്പം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ആകാം, അതിന് പാകിസ്ഥാൻ ഇല്ലാതാവണം. അപ്പോ പാകിസ്ഥാനിലെ ഇപ്പോൾ ഇരിക്കുന്ന പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് ഒരു മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്ത ഒരു അലവലാതിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങേരെ കൊണ്ട് ഒരു ശല്യവും അമേരിക്കയ്ക്ക് ഉണ്ടാവത്തില്ല. പിന്നെ എന്നാൽ ശല്യം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആളാണ് ഈ ഇമ്രാൻഖാൻ. അപ്പൊ ഇമ്രാൻഖാൻ അധികാരത്തിൽ വരരുതെന്ന് മാത്രമല്ല, അയാളെ തുടച്ചു നീക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഈ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇമ്രാനെതിരെയുള്ള ഈ ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ ഒരു ഗൂഢാലോചന അല്ലേ എന്ന് സംശയിക്കാനുള്ള ഒരു ന്യായം അവിടെ കാണുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത അഫ്ഗാനിസ്ഥാനോട് അമേരിക്കയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ, താലിബാനോട്. ഇപ്പൊ ഇന്ന് രാവിലെ അമേരിക്കയിലെ 2 നാഷണൽ ഗാർഡുകളെ വൈറ്റ് ഹൗസിന് മുമ്പിൽ വെച്ച് ഒരു അഫ്ഗാൻകാരൻ വെടിവെച്ചു, മരിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ അഫ്ഗാൻകാരൻ വെടിവെച്ചതിന് ശേഷം ട്രംപ് ഒരു വലിയ ഈ അഫ്ഗാനിസ്ഥാനിലെ മുഴുവൻ ആൾക്കാരെയും തെറി വിളിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. പണ്ടൊക്കെ അമേരിക്ക അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയാം അത് റേസിസമാണ്, സീനോഫോബിയ ആണ്, അങ്ങനെ കുറെ വാക്കുകളുണ്ട് അവർക്ക്. ആ വാക്കുകൾ ഉപയോഗിച്ച് ഒരു പ്രൊപ്പഗണ്ട അയച്ചു. പക്ഷെ ഇന്ന് ട്രംപ് അതുപോലെ തന്നെ ഒരൊറ്റ അഫ്ഗാനിയെ ഇങ്ങോട്ട് കയറ്റത്തില്ല, അവരുടെ ഒരു വിസയും പ്രോസസ്സ് ചെയ്യേണ്ട എന്നുള്ള നിലപാട് ട്രംപ് എടുത്തു. ആ ഹെൽ ഹോൾ എന്നാണ് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് മൂപ്പിലാൻ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്കൻ പട്ടാളത്തിനെ അയക്കണമെങ്കിൽ, ബാഗ്രാം പോലുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കണമെങ്കിലും ഒക്കെ ഇമ്രാന് ഒരു തടസ്സമാണ്. സ്വാഭാവികമായിട്ടും ഇമ്രാനെ മാറ്റാൻ അമേരിക്ക ഒരു കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടാകാം, ഒരുപക്ഷെ അത് നടന്നിട്ടുണ്ടാകാം. ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത് ആരാണ്? അത് അമേരിക്കയല്ലേ. അപ്പോ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനെ അട്ടിമറിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണ്. ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി സംഘടനകൾ, ഭീകര സംഘടനകൾ, അവരെയൊക്കെ അമേരിക്കയാണ് വളർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു അസ്ഥിരത നിലനിർത്തണമെങ്കിൽ ഇമ്രാൻഖാൻ മരിക്കണം. ഇമ്രാൻഖാൻ മരിച്ചാലേ അമേരിക്കയുടെ താല്പര്യമുള്ള അസീം മുനീറിന്റെ മുന്നിലെ വഴി തെളിയത്തുള്ളൂ. ജനാധിപത്യത്തെക്കുറിച്ച് രാവകൽ ഗോഗ വിളിക്കുകയും ഗീർവാണം മുഴക്കുകയും ചെയ്യുന്ന അമേരിക്ക ഒരു പട്ടാള ഭരണാധികാരി പാകിസ്ഥാനിലെ നിയമങ്ങളെല്ലാം അയാൾക്ക് അനുകൂലമായ രീതിയിൽ ഭേദഗതി ചെയ്ത് കോടതിക്കും മുകളിലായിട്ട് അസീം മുനീർ എത്തിയിട്ടും അമേരിക്ക അസീം മുനീറിന്റെ കൂടെ തന്നെയാണ്. അതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ താല്പര്യം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇമ്രാൻഖാന്റെ ഈ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഇമ്രാൻഖാൻ എന്ന വ്യക്തിയുടെ അവസ്ഥയല്ല, അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അവസ്ഥയാണ്. അവിടെ പിന്നെ ഇത്തരം ഒരു വലിയ കലാപവും സംഘർഷവും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷെ തൽക്കാലം ഇമ്രാന്റെ മരണം അല്ലെങ്കിൽ ഇമ്രാൻ ആരോഗ്യപരമായിട്ട് ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ആ വിവരം പുറത്തു പറയാതിരിക്കുന്നത്. ഞാനിന്ന് രാവിലെ പാകിസ്ഥാനിലെ പത്രമൊക്കെ എടുത്തു നോക്കി, ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇടയ്ക്ക് ബാൻ ചെയ്തിരുന്നു. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഡോൺ ഒന്നും നമുക്ക് സൈറ്റ് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡോണിലൊന്നും ഈ വാർത്തയേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവിടെ ഈ പിന്നെ പത്രങ്ങളുടെ എല്ലാം വായം മൂടി കെട്ടിയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരണം തൽക്കാലം പാകിസ്ഥാനി പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഫ്ഗാനിൽ നിന്നുള്ള മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ മീഡിയ തീർച്ചയായിട്ടും ഈ വിവരങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കിയിട്ടുണ്ട്. ഇമ്രാൻഖാന് എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. മരിച്ചോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അവസ്ഥയാണ് ഇമ്രാന്റെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. അത് ഉടനെ ഒന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല. വീണ്ടും പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് മൂക്കുകുത്തി വെറും പാവയായ ഷാബാസ് ഷെരീഫിനെ പോലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാൻ അനുയോജ്യമെന്ന് അമേരിക്ക തീരുമാനിച്ചു. അമേരിക്ക മറിച്ച് ചിന്തിക്കാത്തിടത്തോളം
നമുക്ക് പാകിസ്ഥാന്റെ സ്ഥിതി മാറും എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും കൂടുതൽ ഈ വിവരത്തെക്കുറിച്ച്, അതായത് ഇമ്രാൻഖാന്റെ അവസ്ഥകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായാൽ നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കാം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ദുരൂഹതയുടെ ഒരു മറയ്ക്കുള്ളിലാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.